ഏലം കർഷകർക്കുള്ള നഷ്ടപരിഹാര വിതരണം വേഗത്തിലാക്കാൻ കൃഷിമന്ത്രി നടത്തിയ ഇടപെടലും ഫലം കണ്ടില്ല. കഴിഞ്ഞ വേനലിലെ ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞുണങ്ങിയ ഏലകൃഷിക്ക് പ്രഖ്യാപിച്ച 10 കോടി രൂപയുടെ സഹായം എത്രയും വേഗം ലഭ്യമാക്കുമെന്ന് മന്ത്രി പി പ്രസാദ് ജനുവരി 2 നൽകിയ ഉറപ്പിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നുള്ള സഹായം 2 ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കുമെന്നായിരുന്നു മന്ത്രി അന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ഇതുവരെയും ആ നഷ്ടപരിഹാരം കർഷകർക്ക് കിട്ടിയിട്ടില്ല. ഉഷ്ണതരംഗത്തിൽ ഏലച്ചെടികൾ നശിച്ച് കൃഷിനാശം സംഭവിച്ച ഇടുക്കി ജില്ലയിലെ കർഷകർക്കുള്ള നഷ്ടപരിഹാരം എപ്പോൾ വിതരണം ചെയ്യുമെന്ന ചോദ്യത്തോടായിരുന്നു കൃഷിമന്ത്രി പി പ്രസാദിൻ്റെ പ്രതികരണം. കൃഷിവകുപ്പിൽ നിന്നല്ല ഏലച്ചെടികൾക്കുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത്, മറിച്ച് ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നാണ്. ആ വകുപ്പിൽ അന്വേഷിച്ച ശേഷമാണ് കൃഷിമന്ത്രി പി പ്രസാദ് 24നോട് പ്രതികരിച്ചത്. കഴിഞ്ഞ ജനുവരി 2 കൃഷിമന്ത്രി പി പ്രസാദ് 24 വാർത്തയ്ക്ക് നൽകിയ പ്രതികരണം ഇനി കാണാം. അത് വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം നമുക്ക് വരുന്ന ചില കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു നടപടിക്രമങ്ങൾ മുമ്പോട്ട് പോകുന്നതിനുള്ള ചില പ്രയാസങ്ങളാണ്. അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അപ്പോഴപ്പോൾ തന്നെ ഇതെല്ലാം കർഷകർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അതിനൊരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ നഷ്ടപരിഹാരം ലഭ്യമാക്കേണ്ടത് അനിവാര്യമാണ്. ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വളരെ വേഗത്തിൽ തന്നെ അത് കൊടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് നീങ്ങും. നഷ്ടപരിഹാരം 2 ദിവസങ്ങൾ ലഭിക്കുമെന്ന മന്ത്രി പി പ്രസാദിൻ്റെ പ്രതികരണം വന്നിട്ട് 1 മാസം കഴിഞ്ഞു. എന്നിട്ടും നഷ്ടപരിഹാര വിതരണം ദുരന്ത നിവാരണ വകുപ്പിലെ ഫയൽ നീക്കത്തിൽ കുരുങ്ങിക്കിടക്കുകയാണ്. കൃഷിമന്ത്രി നേരിട്ടിടപെട്ടിട്ടും അഴിക്കാനാവാത്ത ഈ കുരുക്കാണ് കൃഷി ഉപജീവനമാർഗമായ കർഷകർക്ക് വിനയാകുന്നത്. സമാനതകളില്ലാത്ത നഷ്ടമാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇടുക്കിയിലെ ഏല കർഷകർ നേരിട്ടത്. നട്ടുനനച്ച് പരിപാലിച്ചു പോന്ന വരുമാന സ്രോതസ്സായ ഏലച്ചെടികളെല്ലാം ഉഷ്ണതരംഗത്തിൽ കരിഞ്ഞു. വിളവെടുപ്പ് കാലത്തെ നാശനഷ്ടം കർഷകരുടെ നടുവൊടിച്ചു. എല്ലാം നശിച്ച കർഷകർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് സർക്കാർ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത്. പ്രകൃതി ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പിന് കീഴിലുള്ള ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നാണ് പണം അനുവദിക്കേണ്ടത്. ആ തീരുമാനമാണ് ഇനിയും നടപ്പാകാത്തത്. കഴിഞ്ഞ വേനലിലെ കൃഷിനാശത്തിലുള്ള ആശ്വാസധനമാണ് ഈ വർഷം വേനലായിട്ടും നൽകാൻ കഴിയാത്തത്. ഈ സ്ഥിതി തുടർന്നാൽ എങ്ങനെയാണ് കർഷകർ കൃഷിയിൽ തുടരേണ്ടത്? സർക്കാർ തന്നെ ഉത്തരം പറയട്ടെ. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. കർഷകരെ മറക്കരുത്. കൃഷിമന്ത്രി പ്രഖ്യാപിച്ച സഹായമാണ്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട തുക ലഭ്യമാക്കേണ്ടതാണ്. അതിനുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു.